ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡെഫിനറ്റ് ആർട്ടിക്കിൾസിനെ പറ്റിയാണ് നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 4ാമത്തെ നിയമം റൂൾ 4 അത് ബേസ് ചെയ്ത് നമുക്കൊരു ടെസ്റ്റ് ആണ്. ഓക്കെ, 1ാമത്തെ സെൻറ്റൻസ് ആണ് ഹിമാലയാസ് ആർ ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ദി വേൾഡ്. ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഭൂമിശാസ്ത്രപരമായ സംഗതികൾ, പർവ്വതങ്ങൾ, അതുപോലെ നദികൾ, അപ്പം ഇതിനൊക്കെ നമ്മൾ ഇതാ ഉപയോഗിക്കണമെന്നാണ്. പക്ഷെ ഒറ്റപ്പെട്ടതിന് വേണ്ട. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇത് പ്ലൂറലാണ്. ദ ഹിമാലയാസ്. ഇപ്പം നമുക്ക് ഇതാ വേണം അല്ലേ? നമ്മളെഴുതാണ് ദ ഹിമാലയാസ് എന്നായി. 2ാമത്തെ നോക്കി, മൗണ്ട് എവറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ നേപ്പാൾ. മൗണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, പ്ലൂറൽ അല്ല, ഒന്നിലധികം അല്ല, ഒറ്റ കാര്യമാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതാ വേണ്ട. നമ്മുടെ റൂൾ 4 നോക്കിക്കോണേ. 3ാമത്തെ, നൈൽ ഫ്ലോസ് ത്രൂ ഈജിപ്റ്റ്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, റിവേഴ്സ്, നദികൾക്ക് മുമ്പേ നമ്മൾ ദ ഉപയോഗിക്കും. അതുകൊണ്ട് ദ നൈൽ. 3ാമത്തെ, ഇന്ത്യ ഈസ് സറൗണ്ടഡ് ബൈ ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാൾ. ഇതെല്ലാം കടലിൻ്റെ പേരാണ്. നദികളുടെ പേരിൻ്റെ മുമ്പിൽ ദ ഉപയോഗിക്കണം, കടലിൻ്റെ പേരിൻ്റെ മുമ്പിൽ ദ ഉപയോഗിക്കണം. അതുകൊണ്ട് ഇവിടെ എല്ലാം ദ വേണം. ഇന്ത്യ ഈസ് സറൗണ്ടഡ് ബൈ ദ ഇന്ത്യൻ ഓഷ്യൻ, ദ അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. ഇപ്പം സറൗണ്ടഡ് ബൈ എന്നാൽ ചുറ്റപ്പെട്ടു എന്നുള്ളതാണ് അർത്ഥം. ഇനി 5ാമത്തെ നോക്കിയേ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ബിലോങ് ടു ഇന്ത്യ. ഇപ്പം നമ്മൾ പറയുന്നത് ഐലൻഡ്സ്, ദ്വീപ് സമൂഹങ്ങൾ. ഇപ്പം ഒരു കൂട്ടം ദ്വീപിൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ദ ഉപയോഗിക്കണം. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം നമ്മളിവിടെ എന്ത് വേണം? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ബിലോങ് ടു, നമ്മളെന്താ പറയുന്നത്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇപ്പം ഇവിടെ നമ്മൾ ദ എടുക്കണം. ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ബിലോങ് ടു ഇന്ത്യ. ദ ചേർക്കണം അല്ലേ? കാരണം അത് പ്ലൂറൽ ഗ്രൂപ്പാണ്. ഇനി 6ാമത്തെ, സഹാറ ഈസ് ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. സഹാറയാണ് ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ മരുഭൂമി. അപ്പം മരുഭൂമികളുടെ പേരിൻ്റെ മുമ്പിൽ നമ്മൾ ദ ചേർക്കണം. അപ്പം അതുകൊണ്ടാണ് ദ സഹാറ. ദ സഹാറ ഈസ് ദി ലാർജസ്റ്റ്. പസഫിക് ഓഷ്യൻ ഈസ് ദ ലാർജസ്റ്റ് ഓഷ്യൻ. അവിടെ നമ്മൾ മുമ്പേ കണ്ട പോലെ കടലാണ്. അപ്പം കടലിൻ്റെ പേര് അതിൻ്റെ തൊട്ട് മുമ്പ് ദ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ദ പസഫിക് ഓഷ്യനായി. അതുപോലെ തന്നെ അടുത്തത്, ഗംഗ ഈസ് കൺസിഡേർഡ് എ ഹോളി റിവർ ഇൻ ഇന്ത്യ. ഗംഗ നമ്മുടെ ഒരു ഹോളി റിവർ, ഒരു വിശുദ്ധ നദി ആണ്. അപ്പം അങ്ങനെ ഒരു നദിയുടെ പേര് വന്നിരിക്കുക. അപ്പം നദിയുടെ പേരിന് മുമ്പ് നമ്മൾ ദ ചേർക്കും. അതാണ് ദ നൈൽ എന്ന് പറയില്ല, അതുപോലെ. അടുത്തത്, ആൽപ്സ് ആർ ഇൻ യൂറോപ്പ് ബട്ട് മോണ്ട് ബ്ലാങ്ക് ഈസ് ദെയർ ഹയസ്റ്റ് പീക്ക്. ആൽപ്സ് എന്നുള്ളത് പർവ്വത നിരകളാണ്, പ്ലൂറല്ല. അപ്പം ദ വേണം. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് സിംഗുലറാണ്, ഒറ്റ കാര്യം. എവറസ്റ്റ് പോലെ. മൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വൈറ്റ് മൗണ്ടനെ അർത്ഥമുള്ളൂ, വെളുത്ത പർവ്വതം അർത്ഥമുള്ളൂ മൗണ്ട് ബ്ലാങ്ക്. അപ്പം അത് ഒറ്റ എവറസ്റ്റ് പോലെ. ദ ഹിമാലയാസ് നമ്മൾ പറയുന്നത്. പക്ഷേ എവറസ്റ്റിന് നമ്മൾ ദ ഉപയോഗിക്കുന്നില്ല, കാരണം അത് ഒന്നായിരുന്നു. ഇത് റേഞ്ചസ് ആണ്, പ്ലൂറൽ. ഇവിടെയും അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇവിടെ വേണ്ട. ലാസ്റ്റ് വൺ ഈസ്, കേരള ഈസ് ഫേമസ് ഫോർ വെസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡ്സ് എന്നുള്ള പ്ലൂറലാണ്. അപ്പം ഒരു പർവ്വത നിരകളല്ലേ വെസ്റ്റേൺ ഗാർഡ്സ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതാ വേണം. അപ്പം നമ്മളിവിടെ ഇതാ ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തത് 2-3 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടത്
മൗണ്ടൻ റേഞ്ചസ്, അതുപോലെ തന്നെ നദികൾ. മൂന്നാമത്തത് കടൽ, കടലിൻ്റെയൊക്കെ പേര്. നാലാമത്തത് നമ്മൾ കണ്ട മരുഭൂമികളുടെ പേര്. അഞ്ചാമത്തത് ദ്വീപ് സമൂഹങ്ങളുടെ പേര്. ഇതിൻ്റെ എല്ലാം തൊട്ട് മുമ്പ് ഇതാ ചേർക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. ആദ്യത്തെ ഹിമാലയാസ്. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്തുകൊണ്ടാണ് അത് എവറസ്റ്റ് എന്ന് പറയാത്തത്? എന്താ കാര്യം? കാരണം എവറസ്റ്റ് ഒന്നേ ഉള്ളൂ, പ്ലൂറൽ അല്ലല്ലോ, അത് ഒരു പർവ്വതം. അപ്പം അതിന് വേണ്ട. അതുപോലെ തന്നെ മോൺ ബ്ലാങ്ക്, അതിന് മുമ്പ് ഇതാ വേണ്ട, കാരണം അത് ഒന്നാണ്, ഒരു പർവ്വതം. പക്ഷെ ആൽപ്സിന് വേണം. ദ ആൽപ്സ്, ആൽപ്സ് യൂറോപ്പിലുള്ള ഒരു മൗണ്ടൻ നിരകളാണ്. മോൺ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ്. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുണ്ടോ, ഒരിക്കൽ കൂടി നോക്കിയാൽ പർവ്വത നിരകളാണെങ്കിൽ ഇതാ വേണം, ഒറ്റ പർവ്വതമാണെങ്കിൽ വേണ്ട, നദിയാണെങ്കിൽ വേണം, ഇവിടെയും കടലാണെങ്കിൽ വേണം, കടലിൻ്റെ പേരാണ് വേണം, ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണെങ്കിൽ ഒരു ഇതാ വേണം, മരുഭൂമിയാണെങ്കിൽ ഇതാ വേണം, മരുഭൂമിയുടെ പേരാണെങ്കിൽ, കടലിൻ്റെ പേരാണെങ്കിൽ ഇതാ വേണം, നദിയുടെ പേരാണെങ്കിൽ ഇതാ വേണം, പർവ്വതനിരകളാണെങ്കിൽ ഇതാ വേണം, പക്ഷെ ഒറ്റ പർവ്വതമാണെങ്കിൽ വേണ്ട. അതുപോലെ തന്നെ വെസ്റ്റേൺ ഗാട്ട്സ്, അവിടുത്തെ ആ നിരകൾ അതിന് വേണം. അപ്പം നമ്മളിന്ന് പ്രധാനമായിട്ടും കണ്ടത് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ, അതായത് പർവ്വതനിരകൾ, ദ്വീപുകൾ, ദ്വീപ് സമൂഹങ്ങൾ, അതുപോലെ കടലിൻ്റെ പേര്, നദികളുടെ പേര്, മരുഭൂമികളുടെ പേര്, ഇതിൻ്റെ കൂടെയൊക്കെ ദാ ചേർക്കണം എന്നാണ് ഈ ടെസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തുടരും, വീണ്ടും നമ്മൾ കാണാം. അതുവരെ ബൈ.